അപ്പൊ അത് നിങ്ങൾക്ക് കിട്ടുന്നില്ലല്ലോ. ആ വരുന്ന പൈസ നിങ്ങൾക്ക് കിട്ടുന്നില്ല. മാസങ്ങളിൽ കറക്റ്റ് ഡയറക്റ്റ് വരികയാണെങ്കിൽ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. അതെങ്കിലും സമയം പിന്നെ ഡയറക്റ്റ് നോക്കി അവിടെ പറയുന്നത് അത് പറയും, അത് ഡിബിറ്റ് ചെയ്യണമെന്ന് പറയും. അതെടുത്ത് മറ്റുള്ള ജീവനക്കാർക്ക് നിങ്ങളുടെ പെൻഡിങ്ങിലാവും, അത് കുടിശ്ശികയാവും. ഞാനത് പറഞ്ഞില്ല, നാളെ ഞങ്ങൾക്ക് ബാധകമായി. ഇപ്പൊ പ്രതിപക്ഷത്താണ് വിചാരിച്ച നാളെ ഞങ്ങൾക്ക് ഒരു അവസരം കിട്ടുക, ഞങ്ങൾ തിരിച്ചു പറയാൻ പറ്റില്ല. അപ്പോഴും ഇത് ബാധകമാണ്. ഞാൻ അവിടെ അത് പറഞ്ഞല്ലോ. അപ്പൊ ഈ പറഞ്ഞ വാർത്തകൾ മറക്കാതെ ആ ഓർമ്മയിൽ തന്നെയാണ് അതിന് അവസരം ഞങ്ങൾക്ക് ഉണ്ടാക്കൂല. ലോക്സഭയിൽ ആവശ്യപ്പെട്ടു ചെറിയ മാറ്റം സുപ്രീം കോടതി കൂടിയാണ് എല്ലാ രാഷ്ട്രീയ വർഗത്തോടെ നമുക്ക് 10% ജനങ്ങളുമാണ് നമ്മുടെ പുറത്തേക്ക് നിന്നാൽ തീർച്ചയായും ഒന്നും കഴിഞ്ഞ ദിവസം നമ്മുടെ അമ്മേക്കും പ്രസംഗിച്ചിരുന്നു. എങ്കിലും അദ്ദേഹത്തെ വീണ്ടും ക്ഷണിക്കുകയാണ്. ഒരാഴ്ച ജീവിക്കണ്ട, ഒരു മാസം ജീവിക്കണ്ട, ഒരു വർഷം ജീവിക്കണ്ട, ഒരു ദിവസം നിങ്ങളുടെ മക്കളുടെ ഫീസ് കൊടുത്ത, നിങ്ങളുടെ ആരോഗ്യ പരിപാലനം നോക്കി ഒരു ദിവസം നിങ്ങൾക്ക് ആ 232 രൂപയ്ക്ക് ഒന്ന് ജീവിച്ച് കാണിക്കാൻ കഴിയുമെന്ന് കാണിച്ചാൽ ഈ സമരം കുഴിച്ചിട്ടതുപോലെ അവസാനിപ്പിക്കുവാൻ നമ്മൾ തയ്യാറാണ്. ശരിയല്ലേ? അവസാനിപ്പിക്കില്ലേ? ഒരു ദിവസം, ഒരൊറ്റ ദിവസം കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി 232 രൂപയ്ക്കൊന്ന് ജീവിച്ച് കാണിച്ചാൽ ഈ സമരം നിങ്ങൾ പൊളിച്ചു മാറ്റിയ താല്പര്യമുണ്ട്, അതൊന്നും വേണ്ട. ഈ സമരം നിർത്താൻ ഇവരോട് ഞാൻ അഭ്യർത്ഥിച്ച് ഈ സമരം അവസാനിപ്പിക്കും. തയ്യാറില്ല. അപ്പൊ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കഴിയാത്ത ആ 232 രൂപ കൊണ്ട് ഈ സാധുമനുഷ്യൻ ജീവിക്കണമെന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ ക്രൂരതയാണ്. നിങ്ങൾക്ക് ഏത് താരതമ്യ പഠനം നടത്തിയാലും, ഏത് സംസ്ഥാനവുമായി തുലനം ചെയ്താലും ഈ കേരളത്തിന്റെ മണ്ണിൽ 232 രൂപ വേതനം 232 രൂപയാണ്. ആ 232 രൂപ 700 രൂപയാക്കുവാൻ വേണ്ടിയിട്ട് സമരം ചെയ്യുന്ന സാധു മനുഷ്യരോട് നിങ്ങൾ നിഷേധാത്മകമായി സമീപനം കാണിക്കുമ്പോൾ ഞാൻ കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെ